ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ബസുകൾ ടീസറാണ്. അപ്പൊ നമുക്ക് ടീസറിലേക്ക് പോവാം. സാർ എന്താ സാർ ഈ പറയുന്നത്? ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും ഗ്യാങ്സ്റ്റേഴ്സിലേക്ക് ഞങ്ങളിത് തുടരാം സാർ. അത് പോപ്കോൺ സാർ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണം കണ്ടുപിടിക്കാം സാർ. ഓക്കെ, ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം എന്താ Then who are you? Who's the king? Hey buddy, get ready for it's tuxedo time. അപ്പൊ പണിയാണ്. 8-2 ഈ കഥ നിങ്ങളുടെ ലോൺ നമ്മൾ ചെയ്യാത്തതൊന്നുമില്ല. എ ഡീനോ ഡെന്നിസ് ഗെയിം. ഇതില് അത് പറയുമ്പോൾ നമ്മുടെ ബസൂക്ക എന്ന് കാണിക്കുന്ന ടൈറ്റിൽ നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ പോലത്തെ ഒരു ട്രയാങ്കിൾ പാറ്റേൺസ് എല്ലാം എന്തോ ഗെയിമിന് എന്തോ ചെയ്തിട്ടുള്ള ഒരു ഒരുപാട് ടെക്നോളജി പോലെ സംഭവങ്ങൾ യൂസ് ചെയ്തുകൊണ്ടുള്ള സിനിമ ആവാൻ സാധ്യത ഉണ്ട്. കൂടുതൽ അറിയില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ്, അങ്ങനെ എടുത്ത് പറയേണ്ടാത്ത കാര്യമാണ്. കാരണം മമ്മൂക്കയുടെ ലുക്ക് വർഷങ്ങളായിട്ട് കണ്ടുവന്ന ഒരു സംഭവമാണ്. ഇതിലും അതിന്റെ മാക്സിമം ഒരു യൂസ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക വരുമ്പോൾ മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ് നമുക്ക് അറിയാം, വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷെ അതിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു ലുക്കാണ്. എന്റെ ഫ്രെയിംസ് പറയേണ്ട നിമിഷയുടെ ഫ്രെയിംസ് ആണ്. എനിക്കൊന്നും ആദ്യത്തെ 2 സിനിമ വെച്ച് ബാക്കി പുള്ളി ദുൽഖറിനൊപ്പം മമ്മൂക്കൊപ്പം ഉണ്ട്. ഇപ്പം തെലുങ്കിൽ പോയപ്പോൾ ലക്കി ഭാസ്കറിലും പുള്ളി തന്നെയാണ് DOP ചെയ്യുന്നത്. അപ്പോ പുള്ളിയുടെ ക്വാളിറ്റി ഇതിൽ ഓരോ ഫ്രെയിംസിലും നമുക്ക് എടുത്ത് പറയാം. അത്രയും രസമുള്ള ഫ്രെയിംസ് ആണ്. പിന്നെ ഈ നൈറ്റ് ഷോട്ടിലെ കളർ നമുക്ക് കുറുപ്പായിട്ട് നല്ല സാധാരണ ഒരു കളർ ഒരു ഫ്രെയിംസ് ആണ് തോന്നുന്നത്. ആ ഒരു കളറും എല്ലാ കാര്യങ്ങളും. പിന്നെ ടോട്ടൽ ഇതിനൊക്കെ എന്താ പറയാ? ടോട്ടൽ എനിക്ക് ഈ ടീസർ കണ്ടപ്പോൾ ഒരു എന്താ പറയാ, ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനത്തെ ഒരു പടമല്ല. കാരണം ഈ കുറെ അപ്ഡേറ്റ് വന്നിട്ടും ഈ പടത്തിനൊരു ഹൈപ്പ് കൂട്ടാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ ഈ ടീസർ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഈ സിനിമയ്ക്ക് കുറച്ച് ഹൈപ്പ് കൂടിയേക്കാം. കാരണം ടീസറിന്റെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് എനിക്കൊരു ഗ്രേറ്റ് ഫാദർ വൈബൊക്കെ കിട്ടുന്നുണ്ട്. മമ്മൂട്ടിയുടെ ആ ഒരു ലുക്കും ആ ഒരു സ്റ്റൈലിഷ്, മലയിൽ മമ്മൂട്ടിയെ സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ ആ വാക്ക് നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ മലയാളികൾ മലയാളം സംസാരിക്കും എന്ന് പറയും പോലെയാണ് മമ്മൂക്കയുടെ സ്റ്റൈൽ പറയുന്നത്. അങ്ങനെയാണ്, അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഒരു രക്ഷയില്ല. ഇല്ല, മലയാളത്തിൽ മമ്മൂക്ക തന്നെയാണ്, വേറൊരു വാക്ക് ഇല്ല. അതെ, അടിപൊളി ലുക്ക്, ഒരു രക്ഷയില്ല. പിന്നെ മ്യൂസിക് നമ്മുടെ റഷാക്കിന്റെ സെയിം മ്യൂസിക് ഡയറക്ടറാണ്. ആ ഒരു ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടത് ഒരു പക്ക ഒരു മാസ് കൊമേഴ്ഷ്യൽ മ്യൂസിക് അല്ല, ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് മ്യൂസിക് ആണത്. അതിന് പക്ക സൂട്ടബിൾ ആണ് ആ സാധനം. നമുക്കത് വിഷ്വലിന് പുറത്തേക്ക് നമ്മളെ ആകർഷിക്കുന്ന, നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക് അല്ല, വിഷ്വലിനൊപ്പം മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഈ ടീസറിന്റെ ഒരു പേസ് പെട്ടെന്ന് തീർന്നത് പോലെ, ഒരു പ്രത്യേകിച്ച് ഒന്നും കാണിക്കേണ്ട ഒരു 1 മിനിറ്റ് 43 സെക്കൻഡ് ഉള്ളൊരു ടീസർ ആണെങ്കിൽ ഡ്യൂറേഷൻ ഫീൽ ചെയ്തില്ല, പെട്ടെന്ന് പോയി. അതിന് മെയിൻ കാര്യം നമുക്ക് മമ്മൂക്കയെ കാണിച്ചത് വളരെ ലിമിറ്റഡ് ഷോട്ട്സ് ആണ്. കൂടുതലും സ്റ്റാർട്ട് തുടങ്ങുന്നത് ഗൗതം മേനോണ്ടും മറ്റൊരു പെൺകുട്ടിയുണ്ട്, അതിന് പേര് കറക്റ്റ് അറിയില്ല. പുള്ളിക്കാരുടെ ഒരു ഇതിലാണ് തുടങ്ങുന്നത്. ആ ഒരു ബിൽഡപ്പ് ഒക്കെ കൊള്ളാം. ഞാൻ കരുതി ആ ബിൽഡപ്പ് വരുന്നത് മമ്മൂക്കയിലേക്കുള്ള ഒരു ബിൽഡപ്പ് ആണെന്ന് കരുതി. പക്ഷെ ആക്ച്വലി അല്ല. അവർ രണ്ടുപേർക്കും ഉള്ള ഗൗതം മേനോനും മറ്റേ ആ കുട്ടിക്കുള്ള കുറെ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് മമ്മൂക്ക എന്താണെന്ന് പ്രോപ്പർ സംഭവം പറഞ്ഞിട്ടില്ല.
ടീസറാണ്, ട്രെയിലർ അല്ല. അപ്പൊ അത്രയ്ക്ക് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ജസ്റ്റ് ഒരു ടീസർ, നമുക്ക് ആ സിനിമയുടെ ടീസർ മാത്രമാണ്. എന്തായാലും സംഭവം കൊള്ളാം. കൊള്ളാം. അല്ല, ഇപ്പം ഈ ടീസർ വന്ന എല്ലാ കാര്യങ്ങളും കൊള്ളാം. മോശമാണെന്ന് പറയാൻ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ എനിക്കൊരു ഇതായിട്ട് തോന്നുന്നത് മമ്മൂക്കെ കുറച്ചുകൂടെ കാണിക്കാമായിരുന്നു. അത് നമുക്ക് മമ്മൂക്കെ കാണാൻ ആഗ്രഹം കൊണ്ട് തോന്നുന്നതാണ്. നമുക്ക് ഇനി മമ്മൂക്കയിൽ ആരട്ടിനെ നമുക്ക് കണ്ടു കൊതിരത്തില്ല. ടീസർ നമുക്ക് ഇനിയും കാണണമെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. ടീസറിൽ അവരെ ബെസ്റ്റ് അല്ലേ. ഇപ്പൊ നമുക്ക് അവർ ഇപ്പൊ സ്റ്റാർട്ടിൽ യൂസ് സബ് ഫോർ ഹെഡ്ഫോൺസ് ഇരിക്കുന്ന ഒരു കോഷൻ മെസ്സേജിൽ പോലും ആ ഒരു ബസുകയുടെ കളർ ടോണും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്. ടോട്ടലി എക്സ്ട്രീം ഗുഡ്. അത്രയാണ് എനിക്ക് പറയുന്നത്. ഒരു ഗുഡ്. പിന്നെ നല്ലൊരു പേര് ഡീനോ ഡെന്നിസിനെ പറഞ്ഞില്ല, പുള്ളിക്കാരന്റെ ഡെബ്യൂട്ട് ഫിലിമാണ്. അങ്ങനെ ഒരിക്കലും പറയത്തില്ല ഒരാളുടെ ഒരു പുതിയ സിനിമയാണെന്നുള്ള ഒരു പിന്നെ ബാക്കി പുള്ളിക്കാരൻ മാത്രമേ പുതിയതുള്ളൂ. ബാക്കി എല്ലാം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ ഗൗതം മേനോനും പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാം, കാരണം പുള്ളി വരുന്നത് ഒരു ഫിലിം ഫീൽഡിലാണ്. ഡയറക്ടർ ആയിട്ട് ആദ്യമാണെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത്രയാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. പിന്നെ ക്യാമറ ആയാലും DOP ആയാലും മ്യൂസിക് ആയാലും പറയേണ്ട കാര്യമില്ല. മ്യൂസിക് ഇത്രയും നമുക്ക് ഈ ലിമിറ്റഡ് ടീസറിൽ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് ഞങ്ങളുടെ അറിവ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.